Hi students, Assalamu alaikum. Hope all are fine. In our previous class, we discussed about structure of judiciary in India. Do you remember? Yes. What are the structure of judiciary in India? Yes, Supreme Court, High Court, District Court and Subordinate Court. Today, we have to discuss more about Supreme Court. Supreme Court, it is the apex court of India. Supreme Court ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ടാണ്, അപ്പെക്സ് കോർട്ട് ഓഫ് ഇന്ത്യ. Then it consists of a chief justice and judges appointed by president. സുപ്രീം കോർട്ടിൽ ആരൊക്കെയാണുള്ളത്? കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ്. ഇന്ത്യൻ പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ചീഫ് ജസ്റ്റിസും അതുപോലെ മറ്റ് ജഡ്ജസുമാണ് സുപ്രീം കോർട്ടിലുള്ളത്. അറ്റ് പ്രസൻറ്റ് ദ സുപ്രീം കോർട്ട് ഹാസ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് 30 ജഡ്ജസ്. ഇപ്പോൾ പ്രസൻ്റ്ലി സുപ്രീം കോർട്ടിൽ ചീഫ് ജസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 30 ജഡ്ജസ് ആണ് ഉള്ളത്. ആരാണ് സുപ്രീം കോർട്ടിൻ്റെ പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ്? ഹു ഈസ് ദി പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? എനിബഡി നോ? ഓക്കെ, ഒരാൾ പറഞ്ഞു, വെരി ഗുഡ്. ശരത് അരവിന്ദ് ബോബ്ഡെ. SA ബോബ്ഡെ. അറിയാത്ത ആളുകൾ പഠിച്ചു വെക്കുക കേട്ടോ പേര്. അപ്പോൾ സുപ്രീം കോർട്ട് ഇറ്റ് ഈസ് ദ അപ്പെക്സ് കോർട്ട് ഓഫ് ഇന്ത്യ, ഇസ് ടു കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് ദി ജഡ്ജസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ്. ഇനി സുപ്രീം കോർട്ടിലെ എന്തൊക്കെ കേസുകളാണ് കൈകാര്യം ചെയ്യാൻ നോക്കാം. കേസസ് കൺസിഡേർഡ് ബൈ സുപ്രീം കോർട്ട്. എന്തൊക്കെ കേസുകളാണ് സുപ്രീം കോർട്ടിൽ കൺസിഡർ ചെയ്യാറുള്ളത് അറിയോ? ഓക്കെ, അറിയാത്തവർക്കായിട്ട് നമുക്ക് പറയാം. കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ എവിടെയാണ് കൺസിഡർ ചെയ്യുക? സുപ്രീം കോർട്ടിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അങ്ങനെ പോകണം. അപ്പോൾ അതൊക്കെ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്? സുപ്രീം കോർട്ടിലാണ് അതിനുള്ള തീർപ്പുകൾ കൽപ്പിക്കുന്നത്. നെക്സ്റ്റ്, കേസസ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എവിടെയായിരിക്കും? സുപ്രീം കോർട്ടിലായിരിക്കും. Cases that arise between state government and central government. Clear? Next, disputes between state government. ഇത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ തമ്മിൽ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കേസും എവിടെ കൈകാര്യം ചെയ്യുക? സുപ്രീം കോർട്ടിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കേസസ് ദാറ്റ് റിക്വയർ interpretation of constitutional provisions. Cases that require interpretation of constitutional provisions. ഭരണഘടനാപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ആവശ്യമായ കേസുകൾ എവിടെയാണ് കൈകാര്യം ചെയ്യുക? സുപ്രീം കോർട്ടിലാണ് കൈകാര്യം ചെയ്യുന്നത്. ദെൻ അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട്. അപ്പോൾ ഹൈക്കോർട്ടിൽ വന്നിട്ടുള്ള ഒരു കേസ് അവിടുന്നും തീർപ്പ് കൽപ്പിക്കാതാവുമ്പോൾ അത് എവിടേക്ക് അപ്പീൽ കേസസ് ആയിട്ട് വരും? സുപ്രീം കോർട്ടിലേക്ക് വിധി കൽപ്പിക്കാനായിട്ട് വിടും അല്ലേ? അവിടുന്ന് തീരുമാനം എടുക്കാനായിട്ട് വിടും. അങ്ങനെയുള്ള കേസുകളും സുപ്രീം കോർട്ടിലാണ് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സുപ്രീം കോർട്ടിലെ കേസുകളെ കുറിച്ച് പറയാം. കേസസ് കൺസിഡേർഡ് ബൈ സുപ്രീം കോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നെക്സ്റ്റ്, കേസസ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് central government. Third one, disputes between state government. Fourth one, cases that require interpretation of constitutional provisions. Then
അപ്പീൽ കേസസ് ഫ്രം ഹൈക്കോർട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് മറന്നുപോയോ? ഓക്കെ, ഇല്ല. ആരാണ്? S.A. ബോബ്ഡെ. ഓക്കെ, അപ്പോൾ നമ്മൾ സുപ്രീം കോർട്ട് കഴിഞ്ഞു അല്ലേ. അത് സുപ്രീം കോർട്ട് സെൻട്രൽ ലെവലിലായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ടാണ്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റിലും ഹയസ്റ്റ് ആയിട്ടുള്ള കോർട്ടുണ്ട് അല്ലേ, ഹൈക്കോർട്ടാണത്. അപ്പോൾ ഹൈക്കോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഹൈക്കോർട്ട് ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലെയും ഹയസ്റ്റ് കോർട്ടാണ് ഏത്? ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഹൈക്കോർട്ട് എവിടെയാണെന്നൊക്കെ അറിയോ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ടൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, എറണാകുളത്താണെന്നുള്ളത്. ഓക്കെ, ദെൻ ഹൈക്കോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ്. സുപ്രീം കോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തുണ്ട്? ചീഫ് ജസ്റ്റിസ് ഉണ്ട്. അതായത് ഹൈക്കോർട്ടിലും ചീഫ് ജസ്റ്റിസ് ഉണ്ട്, പോലെ മറ്റ് ജഡ്ജസും ഉണ്ട്. പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ചീഫ് ജസ്റ്റിസും അതുപോലെ മറ്റു ജഡ്ജസും എവിടെയുണ്ട്? ഹൈക്കോർട്ടിലുണ്ട്. ഓക്കെ, ഇറ്റ് സൂപ്പർവൈസേഴ്സ്. ഇനി ഹൈക്കോർട്ടിൻ്റെ ഒരു പ്രധാന പണിയാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് സൂപ്പർവൈസേഴ്സ് ദ വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്സ് ആൻഡ് അതർ സബോർഡിനേറ്റ് കോർട്സ്. അതായത് ഹൈക്കോർട്ടിന് താഴെ കിടക്കുന്ന കോർട്ടുകളാണ് ഏത്? ഡിസ്ട്രിക്ട് കോർട്സും സബോർഡിനേറ്റ് കോർട്സും. ഇറ്റ് സൂപ്പർവൈസേഴ്സ് ദ വർക്കിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോർട്സ് ആൻഡ് അതർ സബോർഡിനേറ്റ് കോർട്സ്. ഹൈക്കോർട്ടിന് താഴെ വരുന്ന ഡിസ്ട്രിക്ട് കോർട്സിൻ്റെയും അതുപോലെ സബോർഡിനേറ്റ് കോർട്സിൻ്റെയും വർക്കിങ്ങിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് ഹൈക്കോർട്ടാണ്. ക്ലിയർ ആയല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോർട്ടിൻ്റെ പ്രസൻറ്റ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ. മണികുമാർ. ഓക്കെ, പ്രസൻറ്റിൽ എത്ര ജഡ്ജസ് ഉണ്ട് ഹൈക്കോർട്ടിൽ എന്നറിയോ? 35 പെർമനൻറ്റ് ജഡ്ജസും 12 അഡീഷണൽ ജഡ്ജസും ഉണ്ട്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ വായിക്കണം കേട്ടോ. ദെൻ ഇനി ഹൈക്കോർട്ടിൽ വരുന്ന ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണ്? അവിടെ എങ്ങനെയുള്ള കേസുകളൊക്കെയാണ് തീർപ്പ് കൽപ്പിക്കാൻ എത്താറുള്ളത്? നോക്കാം. ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട്. ഫസ്റ്റ് വണ്, ഗിവ് വേർഡിക്ട്സ് ഓൺ കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ സുപ്രീം കോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുന്നത് സുപ്രീം കോർട്ടിലാന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതേപോലെ സ്റ്റേറ്റ് ലെവലിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വയലേഷനൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർപ്പ് കൽപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ഹൈക്കോർട്ടിലാണ്. പിന്നെ ഹൈക്കോർട്ടൊന്നും തീർപ്പ് കൽപ്പിക്കാതെ ആകുമ്പോഴാണ് എവിടേക്ക് എത്തുന്നത്? സുപ്രീം കോർട്ടിലേക്ക് എത്തുന്നത്. ക്ലിയർ അല്ലേ? ഗിവ് വേർഡിക്ട്സ് ഓൺ കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. Okay, the next here civil and criminal appeal cases from lower cases, lower courts. ലോവർ കോർട്ടിൽ നിന്ന് അപ്പീൽ കിട്ടാത്ത കേസുകൾ ഉണ്ടാവും, ലോവർ കോർട്ടിൽ നിന്ന് തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ ഉണ്ടാവും, സിവിൽ കേസും അതുപോലെ തന്നെ ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് തീർപ്പ് കൽപ്പിക്കാൻ എവിടേക്കാണ് എത്തുക? ഹൈക്കോർട്ടിലേക്കാണ് എത്തുക. ലോവർ കോർട്ട് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് കോർട്ടിലോ സബോർഡിനേറ്റ് കോർട്സിലൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ക്രിമിനൽ കേസുകളും അതുപോലെ സിവിൽ കേസുകളൊക്കെ എവിടെ വന്നിട്ട് തീർപ്പ് കൽപ്പിക്കാനായിട്ട് എത്തും? ഹൈക്കോർട്ടിലേക്ക് എത്തും. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇൻ്റർപ്രറ്റ്സ് ലോസ് പാസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ആ നിയമങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കപ്പെടുന്നതും ഒക്കെ എവിടെയായിരിക്കും? ഹൈക്കോർട്ടിലായിരിക്കും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനിക്കപ്പെടുന്ന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോർട്ടിലാണ് തീർപ്പ് കൽപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ഒന്നുകൂടെ നോക്കാം. ഗിവ് വേർഡിക്ട്സ് ഓൺ കേസസ് റിലേറ്റിംഗ് ടു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. സെക്കൻഡ് വൺ, ഹിയർ സിവിൽ ആൻഡ് ക്രിമിനൽ അപ്പീൽ കേസസ് ഫ്രം ലോവർ കോർട്സ്. ഇൻ്റർപ്രറ്റ്സ് ലോസ് പാസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. തേർഡ് പോയിന്റ് ആണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈക്കോർട്ടിലുള്ളത്. ഹൈക്കോർട്ടിൽ ഹയസ്റ്റ് കോർട്ടാണ്. ഹൈക്കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ജസ്റ്റിസ് ആൻഡ് അതർ ജഡ്ജസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ലാസ്റ്റായിട്ട് നോക്കാനുള്ളത് സബോർഡിനേറ്റ് കോർട്സുകളാണ്. ഡിസ്ട്രിക്ട് കോർട്സും അതുപോലെ സബോർഡിനേറ്റ് കോർട്സും. ഇനി ഡിസ്ട്രിക്ട് ലെവലിലെ ഹയസ്റ്റ് കോർട്ടാണ് ഏത്? ഡിസ്ട്രിക്ട് കോർട്സ് അല്ലേ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ എ ഡിസ്ട്രിക്ട് കോർട്സ്.
ദെൻ സബോർഡിനേറ്റ് കോഡ്സുകൾ ഏതൊക്കെയാണ് വരിക? സബോർഡിനേറ്റ് കോഡ്സ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കോഡ്സ്, അതുപോലെ സബ് കോഡ്സ്, മുൻസിഫ് കോഡ്സ്, മജിസ്ട്രേറ്റ് കോഡ്സ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സബോർഡിനേറ്റ് കോഡ്സ് വരുന്നത്. ചെറിയ ചെറിയ കീഴ്ക്കോടതികൾ വരെ എത്തുന്നത്, ലോവർ കോഡ്സ് വരെ എത്തുന്നത് സബോർഡിനേറ്റ് കോഡ്സിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത്? വിച്ച് ആർ ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. പിന്നെ നമ്മൾ അത് മൂന്നും ഒന്ന് വിശാലമായിട്ട് അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കുകയാണ് ഈ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ളത് അല്ലേ? പ്രസിഡന്റ് പഠിച്ചു, പ്രസിഡന്റിൻ്റെ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ ഹൗ ഡു എ ബിൽ ബിക്കംസ് ലോ, എങ്ങനെ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നു എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്ററുടെ ഫങ്ഷൻസ്, ലാസ്റ്റ് ജുഡീഷ്യറിയിൽ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്. ഇത്രയും ടോപ്പിക്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയിൽ നോട്ട്സ് എഴുതുക, എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.